ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ വിഭവമായിട്ടാണ്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന പാൽ കപ്പയാണ്. ഇതൊരു പഴയകാല റെസിപ്പിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. കുറച്ച് കപ്പ ഞാൻ ചെറിയ പീസുകളാക്കി നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലോട്ട് കുറച്ചധികം വെള്ളം ചേർത്ത് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒന്ന് തിളച്ചാൽ തന്നെ വേഗം വെന്ത് വരുന്ന കപ്പയാണിത്. കപ്പ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. തിളച്ച് ഇതിൻ്റെ അര വേഗം ആയിട്ടുണ്ട്. ഇത് കപ്പയിൽ നിന്ന് വരുന്ന കട്ടാണ്. ഇതൊക്കെ മാറ്റി ഇനി നമുക്ക് കപ്പ മാത്രമായിട്ടൊന്ന് എടുത്തു വയ്ക്കാം. കപ്പ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം മാറ്റി എടുത്തു വയ്ക്കാം. പാൽക്കപ്പ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ രണ്ടാം പാലൊന്നും എടുത്തിട്ടില്ല, ഒരു അരമുറി തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാലാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കപ്പയിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. തേങ്ങാപ്പാലിലേക്ക് ആവശ്യമുള്ള ചെറുതായിട്ട് ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കപ്പ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കപ്പയിലോട്ട് തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ആകുന്ന രീതിയിൽ. ഇത് വെന്ത് വരുമ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറാണ് ഈ കപ്പയ്ക്ക്. ഇത് ഇനി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. തേങ്ങാപ്പാലൊക്കെ കപ്പയിലോട്ട് യോജിച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വെന്ത് പോകാതെ നോക്കണം. നമുക്ക് ഓരോന്ന് വെച്ച് ഇളക്കി എടുത്ത് കഴിക്കുന്ന പരുവം ആകുമ്പോഴത്തേക്കും ഇത് ഓഫാക്കണം. പാൽക്കപ്പ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് താളിച്ചൊഴിക്കാം. ഞാനൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പാൽക്കപ്പയ്ക്ക് കുറച്ച് കൂടുതൽ കടുക് ഇടുന്നത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ കടുക് ഇടുക. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാൻ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ ഒക്കെ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ സാധാരണ ഇത് ഇത്രയും മാത്രമേ ചേർക്കത്തുള്ളൂ. ഇതൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ തയ്യാറായിട്ടുണ്ട്. ഇതിന് നല്ല ഒരു കോമ്പിനേഷനാണ് ഉള്ളിച്ചമ്മന്തി. നമുക്കതിനി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 6 പീസ് ഉള്ളി, ഒരു പച്ചമുളക്, 6 വറ്റൽമുളക്, കുറച്ച് പുളി, ഇനി നമുക്ക് കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പും കൂടെ ഇതിനാവശ്യമുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമ്മുടെ വറ്റൽ മുളക് ഒന്നിട്ട് ചൂടാക്കി എടുക്കുക. വറ്റൽ മുളക് മതിയാകും. ഇതൊന്ന് ചൂടായി ചെറിയ രീതിയിൽ മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കുക. മിക്സിയുടെ ജാർ എടുത്ത് വയ്ക്കുക. അതിലോട്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള നമ്മൾ വറ്റൽ മുളക് ചൂടാക്കിയ എണ്ണയും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് അടിച്ചെടുക്കാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. പാൽക്കപ്പയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിച്ചമ്മന്തിയാണെന്ന് തയ്യാറാക്കിയത്. ഇന്നത്തെ ഈ വിഭവം രണ്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.